ഇരിക്കൂ. തൽക്കാലം തറവാട്ടിൽക്കാരന്ന് പറഞ്ഞാനാ. ഉണ്ണിയമ്പൂരിയും വേറെ ആളും വന്നിട്ടുണ്ട്. ഉണ്ണാനുണ്ടാവും നിശ്ചല്യ. ഉണ്ണണം, തിരക്കില്ല. സംഭാരം ഒറ്റ വേണം. ശാന്തിക്കാരനാ അടുക്കളയില്. വേണ്ട. മറ്റേ ചെറിയമ്മ അവരും പോയി. പാഞ്ഞാൾക്കാന്നാ തോന്നണ. ഏട്ടന്റെ എടുത്തിമ്പഴം തീർത്ഥാടനം കഴിഞ്ഞില്ലേ? 101 ശിവാലയങ്ങളിലെ വഴിപാട് എല്ലാ ദിക്കിലും പ്രസിദ്ധമായിരിക്കണം. 25 കൊല്ലത്തിനിടയ്ക്ക് ചെറിയമ്മ ഇല്ലപ്പുറമിന് പുറത്തൊന്ന് പോയല്ലോ, അതും നന്നായി. കേമ്പി, ഇങ്ങോട്ട് വരാം. കിഴക്കേടത്തു നിന്ന ആളായതുകൊണ്ട് അബദ്ധത്തിൽ ആളുകളെ കണ്ടാൽ ഇവിടെ ബോധക്കേടൊന്നും വരില്ല. കേമ്പി ഇടയ്ക്ക് കവിതാ ലേഖനം ഒക്കെ എഴുതാറുണ്ട്. ചിലത് കണ്ടിട്ടുണ്ട്. വരുമ്പോൾ ഞങ്ങൾ ആലോചിക്കായിരുന്നു, ഇവിടെ ഒരു ക്ലാസ് തുടങ്ങിയാലോ എന്ന്. ഈ ചുറ്റുവട്ടത്തെ ഇല്ലങ്ങളിൽ നിന്നൊക്കെ പെൺകിടാങ്ങൾ വരട്ടെ, സഹായിക്കാൻ ശരിയായൊരു മിസ്ട്രസും ഇടയ്ക്ക് വരും. നാണിക്കുട്ടി. അയ്യോ, ഏട്ടത്തിമാര് കേൾക്കണ്ട. അവരും പഠിക്കട്ടെ. സ്വന്തമായി രാമായണം വായിക്കാനെങ്കിലും ഉപകാരമാവില്ലേ? അന്തർജന അക്ഷരം പഠിച്ച ആകാശം പൊട്ടി വീഴുവൊന്നുമില്ല. കിഴക്കേടത്ത് അങ്ങനെ വല്ല അത്യാഹിതവും. മഹാസദസ്സുകളിൽ അന്തർജനങ്ങൾ പ്രസംഗിക്കാനും തുടങ്ങി, അറിയില്ലേ ആവോ? കേട്ടിട്ടുണ്ട്. നെന്മിനി മംഗലത്തെ വേഷം മാറ്റിയതുകൊണ്ട് വിപ്ലവം വരില്ല. ഭട്ടതിരിപ്പാട് പറഞ്ഞില്ലേ, അറിവിന്റെ ആയുധം കൊണ്ട് വേണം പഴമയുടെ പെരുങ്കോട്ട കുത്തിപ്പൊളിക്കാനെന്ന്. ഞങ്ങൾ നാളെ പോണുള്ളൂ. ഒരു കാര്യം, ഇത്ര സൗകര്യത്തിൽ സംസാരിക്കാൻ എന്നും അവസരം കിട്ടിയെന്ന് വരില്ലല്ലോ, അതുകൊണ്ട് പറയാണ്. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് ഒരു വൃദ്ധൻ കെട്ടിയ ചരട് അറുത്ത് കളഞ്ഞു എന്ന് വെച്ച് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ചുരുക്കത്തിൽ ജീവിതം ഇനി വ്യർത്ഥം എന്നൊരിക്കലും തോന്നരുത്. പിന്നെ അടുക്കളക്കരി ആത്മാവിലേക്ക് കയറാതെ നോക്കുകയും വേണം. ആ, പ്രസിഡന്റ് കത്തെഴുതിയെന്ന് പറഞ്ഞു. ഒറ്റ വാചകമേ ഉള്ളൂ. വ്യക്തി ദുഃഖത്തെക്കാൾ വലുതാണ് പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് എന്ന്. ഒറ്റ വാചകം. സഹിക്കാതെ പറ്റില്ലല്ലോ കുഞ്ചുണ്ണി. ഒരു പരീക്ഷണത്തിന് താനും തയ്യാറാവേണ്ട സമയമായിരിക്കണോ? തനിക്ക് ജോലിയുണ്ട്. ഇല്ലത്തു നിന്നൊന്നും എടുത്തില്ലെങ്കിലും ഒരാത്തേമാരെ പുലർത്താൻ കഴിയും, ഇല്ലേ? ഊവന്ന് വയ്ക്കുക. അതുകൊണ്ട് അത് ഒരു വിധവയായാലെന്താ തെറ്റ്? നമ്മൾ എവിടെ നിന്നെങ്കിലും അതും ആരംഭിക്കണമല്ലോ. വേണം. അത് തനിക്കും ആവാലോ. KMBക്ക് പറ്റിയ ആലോചനയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ. താൻ കണ്ടിട്ടുമുണ്ട്. 17 വേളി കഴിഞ്ഞ് 3 മാസം കൊണ്ട് വൈധവ്യം വന്ന ഒരാൾ. മറ്റാരുമല്ല, അച്ഛൻ്റെ 4ാം വേളി. അവരെ രക്ഷിക്കാൻ തനിക്കാവില്ലേ? എതിർപ്പുണ്ടാവും. വേണ്ടി വന്നാൽ അവരെ ഇറക്കിക്കൊണ്ടുവന്ന് ഇവിടെ ഒരു ഹാളിൽ വെച്ച് വിവാഹം നടത്തേണ്ടി വരും. എല്ലാ വിഭാഗത്തിലും പെട്ട നേതാക്കന്മാരെ പങ്കെടുപ്പിച്ച് ഒരു വലിയ സംഭവം. അതിന് പക്ഷെ അവരും തയ്യാറാവണ്ടേ? അവരുടെ സമ്മതം വാങ്ങുന്ന കാര്യം ഞാൻ ഏൽക്കുന്നു. പക്ഷെ KMB, താൻ ആദ്യം വാക്ക് തരണം.
ഈ തറവാടിന്റെ അഭിമാന പ്രശ്നം അത്. പട്ടേരി വരട്ടെ. ആ വരട്ടെ, നോക്കാം. എന്താ പറ്റിയ ശേഖര? കുട്ടിയാത്തമാര് എന്തേ എന്തുണ്ടേ? ദോഷം വന്ന് ഒരപ്പലയിലാക്കി വെക്കണു. ഇവിടുത്തെ കാര്യസ്ഥനാന്ന് പറഞ്ഞു ഇനി തല നിവർത്തി നടക്കാൻ പറ്റുമോ? എനിക്കൊരു കളിയുണ്ട്, നടക്കട്ടെ. മാധവനെ തിരഞ്ഞാണ് ഞാൻ വന്നത്. സ്വജാതിയിൽ നിന്നൊരു വിധവാ വിവാഹം, അതാണ് ആലോചിച്ചത് ആദ്യം. പരമയോഗ്യനായ ഒരാൾ സമ്മതിക്കുകയും ചെയ്തു. അപ്പോഴാണല്ലോ ഇത്. ഞാൻ പറയാൻ വന്നത്, വിധവയെ രക്ഷിക്കാൻ വിജാതീയൻ വന്നാലും ഞങ്ങൾക്ക് സന്തോഷം. ഒരു 10 ചെറുപ്പക്കാരെങ്കിലും ഞാൻ വിളിച്ചാൽ ശ്രമക്കാരായി വരും. ഇത് എന്നോട് പറയുന്നത് നീ അറിയണമെന്ന് തോന്നിയതുകൊണ്ട്. പിഴപ്പിച്ചവന്റെ പേര് വിളിച്ചു പറയാൻ പുതിയ ഭേദ്യങ്ങൾ തുടങ്ങും. രക്ഷിക്കാൻ അങ്ങനെ ഒരു വഴിയുണ്ടെന്ന് തോന്നി. നിനക്കെന്നോടൊന്നും പറയാനില്ലേ മാധവ? പേരുകളെ പറ്റി പലതും ഞാനും കേൾക്കുന്നുണ്ട് ഉണ്ണിയമ്പൂരി. ഏട്ടൻ വന്നോ? വിളിക്കായിരുന്നില്ലേ? അമ്മേ, ഏട്ടൻ. വിചാരണയുടെ വിവരം എന്തൊക്കെയാ മാധവ? വല്ലതും അറിഞ്ഞോ? ഇല്ല. ഇപ്പൊ ആ മാധവനെ ഇങ്ങോട്ട് കാണുന്നില്ല. 4 പറ അരി വെക്കണ എത്ര ദിവസം സദ്യക്ക്? ശേഖരേട്ടന് ശ്വാസം വിടാൻ നേരം കിട്ടുന്നുണ്ടാവില്ല. പുറത്താക്കിയ പാവം അവരെങ്ങട്ടാ പോവാ? കൊണ്ടുപോകാൻ തയ്യാറായിട്ട് പലരും ഉണ്ടാവും. ഇപ്പൊ തന്നെ പടിപ്പുറത്ത് കൊങ്ങന്മാരും മാപ്പിളാരും വന്ന് കൂടിയിട്ടുണ്ടത്രേ. കാണാൻ ഭവിഷ്യമുള്ളൊരു പെണ്ണിനെ കിട്ടിയ ആരാ വേണ്ടെന്ന് വെക്കുക? 64 ആളുടെ പേരാത്രേ മുമ്പൊരു വിചാരണയിൽ പറഞ്ഞത്. 64 കഴിഞ്ഞിട്ട് ഇനി പറയണോന്ന് ചോദിച്ചപ്പോ രാജാവ് പറഞ്ഞു അത്രേ, നിർത്താം, ഇനി വേണ്ടാന്ന്. രാജാവിന്റെ പേരാവും പിന്നെ പറയാന്ന് പേടിച്ചിട്ടാന്നാ കഥ. അതില് പ്രശ്നമായതല്ലേ ഏട്ടാ തെക്കുന്നല്ല ഗോവിന്ദൻ. അമ്മേ, കളരി തുടങ്ങുന്ന ദിവസം അവിടെയും വന്നിരുന്നു.
ഒരിക്കലായതുകൊണ്ട് ഞങ്ങക്ക് രായപ്പുലിന്റെ കഞ്ഞിയാ. നിനക്ക് നാടിയേരി വാർത്തിട്ടുണ്ട്. കഴിക്കാനായില്ലേ? ആയിട്ടില്ല. ഓ, എന്നാലും പച്ച പാവാന്ന് തോന്നിയിരുന്ന ആ ആത്യമാര് കുട്ടി ചെയ്ത തെമ്മാടിത്തരേ ആരുടെയൊക്കെ പേരാ വിളിച്ചു പറയാന്ന് ദൈവം കണ്ടു.